ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചന കേൾവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. തുടർമാനമായ 2-ാം ദിവസവും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ആത്മീക ഭൗതിക ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ വിളിച്ചു വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മനിയോഗത്തോടെ ഇന്നലെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ചിന്തിച്ചു, വിശ്വാസം മലകളെ നീക്കും. വിശ്വാസം ദൈവവചനം കേൾക്കുന്നതിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടെ ഇന്നും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചുറ്റാകെ നമ്മൾ ഇരിക്കുമ്പോൾ ഈ 2-ാം ദിവസം ആത്മനിയോഗത്തോടെയുള്ള ഈ വചന ശുശ്രൂഷയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് കൈമാറുന്ന ഇന്നത്തെ ദൂത് ഇതാണ്: പ്രാർത്ഥന അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ഈ ദൂതുകൾ, ഈ 5 ദിവസം കേൾക്കുന്ന ദൂതുകൾ ഒരുമിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അതിപ്രകാരം ആമേൻ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വചനപ്രകാരം ചിന്തിക്കുവാൻ, ദൈവവചനപ്രകാരം സ്റ്റെപ്പ് എടുക്കുവാൻ, ദൈവവചനപ്രകാരം കാര്യങ്ങളെ വിവേചിക്കുവാൻ, സംഭവങ്ങളെ വിവേചിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. പ്രാർത്ഥന അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പദമാണ് പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം. ബൈബിളിൽ ആകമാനം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ബൈബിൾ പരിചയപ്പെടുത്തുന്ന സർവശക്തനായ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. പ്രാർത്ഥന കേൾക്കാത്ത ദൈവമല്ല. തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന, നീതിമാന്മാരുടെ നിലവിളി അത് കാണുന്ന, അത് കേൾക്കുന്നൊരു ദൈവമാണ്. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം. പ്രാർത്ഥിക്കണം, ദൈവമക്കൾ പ്രാർത്ഥിക്കണം. സർവശക്തനായ, സർവജ്ഞാനിയെ, സർവവ്യാപിയെ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ബൈബിൾ ആകമാനം നമ്മളോട് പറയുന്നൊരു കാര്യമാണ്. യു ഹാവ് ടു പ്രേ. നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. പുതിയ നിയമത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പിതാവായ ദൈവത്തോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരതയുണ്ടായിരിക്കണം. പല കാര്യത്തിന് വേണ്ടി പല രീതിയിൽ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. വളരെ ഫോക്കസ് ചെയ്ത് പറയുന്നൊരു കാര്യമാണ് പ്രാർത്ഥിക്കണം. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, വർഷത്തിൻ്റെ പകുതി സമയം പിന്നിട്ടു. പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥനാ മനുഷ്യൻ, നിങ്ങളുടെ അകത്തിരിക്കുന്ന പ്രാർത്ഥനാ മനുഷ്യൻ എങ്ങനെയുണ്ട്? പല കാര്യത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് മറുപടി ലഭിക്കാത്തത്. വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ, സ്ഥിരതയോടെ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ പല മറുപടികളും കണ്ണിൻ്റെ മുമ്പിൽ കണ്ടേനെ. പലപ്പോഴും ഉറങ്ങിപ്പോയി, പലപ്പോഴും ഉഴപ്പിപ്പോയി, പിറകോട്ട് പോയി. എന്നാൽ ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, സഹോദര, സഹോദരി, നിൻ്റെ പ്രാർത്ഥന അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. നിൻ്റെ പ്രാർത്ഥന നിൻ്റെ വീട്ടിനകത്ത് അത്ഭുതങ്ങളെ കൊണ്ടുവരും. നിൻ്റെ പ്രാർത്ഥന നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരും. നിൻ്റെ പ്രാർത്ഥന നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ തലമുറയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. പ്രാർത്ഥന അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവമേ, പ്രാർത്ഥിക്കാൻ കൃപ തരണമെന്ന്. അടഞ്ഞ വഴികളെ തുറക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഇല്ലാത്ത കാര്യങ്ങളെ സൃഷ്ടിക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. സ്തോത്രം. എന്താ ഈ അത്ഭുതമെന്ന് പറഞ്ഞാൽ? മാനുഷികമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥലത്ത്, സാഹചര്യത്ത് ദൈവത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അത്ഭുതം. മനുഷ്യൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. മനുഷ്യൻ്റെ ചിന്ത വെച്ച്, മനുഷ്യൻ്റെ ബുദ്ധി വെച്ച്, കഴിവ് വെച്ച് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. എല്ലാം അവസാനിച്ചു. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യണം. അതാ അത്ഭുതമെന്ന് പറയുന്നത്. പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവം എന്ന് പറയുമ്പോൾ തന്നെ പറയുന്നൊരു പദമുണ്ട്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് നമ്മൾ ആരാധിക്കുന്ന യേശു. പുറപ്പാട് പുസ്തകം 15:11 മോശെ ഇസ്രായേൽ മക്കളുമെല്ലാം സങ്കീർത്തനങ്ങൾ പാടി സ്തുതിക്കുന്ന സമയത്ത് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാർ, ഹോവേ ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിന്മേൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാർ. അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്നവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. കരമുയർത്തി പറയാമോ? ഞാൻ സേവിക്കുന്ന ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഞാൻ സേവിക്കുന്ന ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. ആമേൻ.
ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ വേറൊരാളുടെ സപ്പോർട്ട് വേണ്ട, വേറൊരാളുടെ ഒത്താശ വേണ്ട. ഹല്ലേലൂയ. യേശുവിന് അത്ഭുതം പ്രവർത്തിക്കാൻ വേറൊരാളുടെ സപ്പോർട്ട് വേണ്ട, വേറൊരാളുടെ കൈത്താങ്ങൽ വേണ്ട. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് സങ്കീർത്തനം 136:4 പറയുന്നു. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. അപ്പോൾ അത്ഭുതം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്ക് സഹോദര, പ്രാർത്ഥിക്ക് സഹോദരി, പ്രാർത്ഥിക്ക് ദൈവദാസ. അവരെ ഇവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ, സാഹചര്യങ്ങളെ പഴിക്കാതെ, തലവരെയാണ് വിധിയാണെന്ന് ഓർത്ത് പഴിക്കാതെ പ്രാർത്ഥിക്ക്. നിൻ്റെ സ്ഥിതി മാറും. പ്രാർത്ഥന അത്ഭുതത്തെ കൊണ്ടുവരും. വൃത്താന്ത പുസ്തകത്തിൽ എബ്ബേസിനെ കുറിച്ച് കാണാമല്ലേ? അമ്മ വ്യസനപുത്രനാണെന്നും പറഞ്ഞ് പ്രസവിച്ചതാണ്, സോറോമേക്കറാണെന്നും പറഞ്ഞു, വിധിയാണെന്നും പറഞ്ഞ് അവിടെ ഇരുന്നില്ല. ഇസ്രായേലിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നാണ് വായിക്കുന്നത്. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, നിൻ്റെ കൈ എൻ്റെ മേൽ വെക്കണം, വ്യസനം അനർത്ഥം എനിക്ക് വ്യസനഗേതുവായി തീരാതെ വേണം എന്നെ കാക്കണം, എൻ്റെ അതിരിനെ നീ വിശാലമാക്കണം. പ്രാർത്ഥിക്ക്. എൻ്റെ അതിര് വിശാലമാണോ എന്ന് പറ. നീ ദൈവത്തോട് പറ. മനുഷ്യനോട് പറയുമ്പോൾ അല്ലേ മനുഷ്യൻ അതും ഇതും ഒക്കെ പറയുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വകുപ്പ് പറയും മനുഷ്യൻ, ഒഴിവൊഴിവ് പറയും, എക്സ്ക്യൂസ് പറയും. പക്ഷെ ദൈവത്തിന് എക്സ്ക്യൂസ് ഒന്നുമില്ല. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതത്തിൽ അത്ഭുതം ദൈവം ചെയ്തിരിക്കും. അത് ദൈവവചനം തരുന്ന ഉറപ്പാണ്. എബ്ബേസിൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് പറഞ്ഞു, തലവരെയാ, വിധിയാ, എൻ്റെ ജീവിതം ഇങ്ങനെ എന്നും പറഞ്ഞ് മാറിയുന്നില്ല, പ്രാർത്ഥിച്ചു. അവിടെ പറയുന്നൊരു പദമുണ്ട്, അവരപേക്ഷിച്ചതിന് ദൈവം അവന് കൊടുത്തു. വെറുതെ ഇരുന്നില്ല, പ്രാർത്ഥിച്ചു കേട്ടോ. ഭക്തിയോടെ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം ചെയ്തു. ഇനി മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവാത്മാവ് പറയുകയാണ്, പ്രാർത്ഥന അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. ആ വിഷയത്തിൻ്റെ നടുവിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. രോഗസൗഖ്യമാണോ? എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. വഴി തുറക്കാനാണോ? എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. ശുശ്രൂഷയുടെ വാതിൽ തുറക്കാനാണോ? എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവം തുറക്കുവന്നേ. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. അതാ ബൈബിൾ പരിചയപ്പെടുന്നത്. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന. ഈ രണ്ട് പദങ്ങൾ എപ്പോഴും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കും. ഇന്നലെ നമ്മൾ വിശ്വാസം എന്ന വാക്കും മല, പർവ്വതം എന്ന വാക്കും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം കണ്ടു. പ്രാർത്ഥന എന്ന കാര്യവും അത്ഭുതം എന്ന കാര്യവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാവുന്ന ദൈവമക്കൾക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി എൻ്റെ ദൈവം അത്ഭുതം ചെയ്യും. യേശുവിനെക്കുറിച്ച് യെശയ്യാവ് 700 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പ് യെശയ്യാവ് 9:6 പറഞ്ഞത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവും, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അത്ഭുത മന്ത്രി. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് പറഞ്ഞ അത്ഭുത മന്ത്രി. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപാട് പ്രാർത്ഥന അത്ഭുതങ്ങളെ കൊണ്ടുവന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഓരോ ഉദാഹരണം എടുക്കാം. പഴയ നിയമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരത്ഭുതം ചെയ്തു. പുതിയ നിയമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരത്ഭുതം ചെയ്തു. ഒരു തെളിവ് മാത്രം. പഴയ നിയമത്തിൽ പറഞ്ഞൊരു കാര്യത്തെ പുതിയ നിയമത്തിൽ പരാമർശിച്ചതുമായൊരു കാര്യമാണ്. അങ്ങനെ 3 കാര്യത്തെ പറയാം. പഴയ നിയമം ആദ്യം എടുക്കാം. ഒരു ചെറിയ ഉദാഹരണം, ഒരു തെളിവിനെന്ന് വേണം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം മാറായിലെത്തിയ ഭാഗം 22-ാം വാക്യം തൊട്ട് 27-ാം വാക്യം വരെയുണ്ട്. അവിടെ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനം മാറയുടെ നടുവിൽ പിറുപിറുത്തു. പരിശുദ്ധാത്മ പല ആവർത്തി നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. നിൻ്റെ സാഹചര്യത്തിൻ്റെ നടുവിൽ നീ പെറുപിറുക്കരുത്. കൈപ്പ് പിടിക്കുമ്പോൾ പെറുപിറുക്കരുത്. പകരം പ്രാർത്ഥിക്ക്. ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനം പിറുപിറുത്തു. അവർ പിറുപിറുത്തോണ്ടേ ഇരുന്നു കേട്ടോ. എന്നാൽ മോശയെക്കുറിച്ച് വായിക്കുന്ന 24-ാം വാക്യത്തിൽ അവൻ യഹോവയോട് അപേക്ഷിച്ചു. ഒരു ഭാഗത്ത് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ, ഭൂരിഭാഗം പോപ്പുലേഷൻ പിറുപിറുക്കുകയാണ്, മർമറ് ചെയ്യുകയാണ്, സാഹചര്യത്തെ പഴിക്കുന്നു, വിളിച്ചിറക്കിയ ദൈവത്തെ പഴിക്കുന്നു, ദൈവത്തിന് തെറ്റുപറ്റിയെന്ന് പറയുന്നു, മരിക്കണമെന്നൊക്കെ പറയുന്നു. പക്ഷെ ഒരാൾ പിറുപിറുത്തില്ല, അപേക്ഷിച്ചു. അത് പ്രാർത്ഥിച്ചെന്നല്ല അതിൻ്റെ അർത്ഥം. പ്രാർത്ഥിക്കുക, ദൈവം അത്ഭുതം ചെയ്യും. കയ്പിനെ ദൈവം മധുരമാക്കും. എവിടെ കയ്പ് കുടിച്ചോ അവിടെ തന്നെ നീ മധുരം അനുഭവിക്കും.
നീ പോകുന്ന റൂട്ടിൽ നീ കൈപ്പടി അനുഭവിച്ചെങ്കിൽ ദൈവം ഒരു പ്രത്യേക രാജ്യത്ത് നിന്നെ കൊണ്ടാക്കി, വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ, ജോലിയോടുള്ള ബന്ധത്തിൽ നീ ആ സ്ഥലത്തെത്തി. പക്ഷെ നീ കയ്പ് കുടിക്കുക ഇപ്പം. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ അല്ലെന്നല്ല, നീ ആ സ്ഥലത്ത് ദൈവഹിതപ്രകാരം അല്ല എത്തിയെന്നല്ല. അതിനൊരു അടയാളമുണ്ട്. മാറയിലാണ് എത്തിയെങ്കിൽ നിൻ്റെ റൂട്ട് കറക്റ്റാ. നീ പ്രാർത്ഥിച്ചാൽ ആ മാറ മധുരമാവുന്ന മാത്രമല്ല, ഏറിയ നാൾ കഴിയും മുമ്പ് 12 നീരുറവയും 70 ഈന്തപ്പനയുമുള്ള എലീമിൽ നീ എത്തിച്ചേരും. മനസ്സിലാവുന്നുണ്ടോ? പുറപ്പാട് പുസ്തകം 15:22 തൊട്ട് 27 വരെയുള്ള ഭാഗത്താണ്. പിറുപിറുക്കുന്നവരുടെ മുമ്പിൽ വഴി എന്നും അടഞ്ഞിരിക്കും. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ഒരു സൊല്യൂഷൻ കാട്ടിക്കൊടുക്കും. മോശ യഹോവയോട് അപേക്ഷിച്ചു. അടുത്ത പദം ഇങ്ങനെ: യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. എന്തേ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനം ഈ വൃക്ഷം കണ്ടില്ല? കാരണം അവർ പ്രാർത്ഥിച്ചില്ല, അവർ പിറുപിറുത്തു. ആരോടൊക്കെയോ പരിശുദ്ധയാത്മാവ് വ്യക്തിപരമായി ഇടപെടുകയാണ്. സഹോദര സഹോദരി, കുഞ്ഞെ, നീ പിറുപിറുക്കുന്നത് നിർത്തിയിട്ട് പ്രാർത്ഥിക്ക്. ദൈവം നിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇപ്പോൾ അനുഭവിക്കുന്ന മാറയ്ക്ക് സൊല്യൂഷൻ എന്ന വണ്ണം ചില വൃക്ഷം നിൻ്റെ മുമ്പിൽ കാണിച്ചു തരും. കാണിച്ചു തരുന്നത് ആരാ? ദൈവമാണ്. ഒരു വഴി കാണിച്ചു തരണമെന്നല്ല നീ പ്രാർത്ഥിക്കുന്ന. ദൈവമേ, ഒരു വഴി വെളിപ്പെട്ട് വരണേ. ദൈവം കാണിച്ചു തരും. എപ്പോഴാ? പ്രാർത്ഥിക്കുമ്പോൾ. അതുതന്നെ പഴയ നിയമത്തിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ്. പ്രാർത്ഥന അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. പ്രാർത്ഥിക്കുന്നവൻ അത്ഭുതങ്ങളെ കണ്ടിരിക്കും. പ്രാർത്ഥിക്കുന്നവൾ അത്ഭുതങ്ങളെ കണ്ടിരിക്കും. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ കണ്ണിൻ്റെ മുമ്പിൽ ദൈവം അത്ഭുതത്തെ വെളിപ്പെടുത്തും. അവിടെ കാണുന്നത് ആ വൃക്ഷത്തിൻ്റെ കൊമ്പൊടിച്ച് വൃക്ഷം കാണിച്ചു തന്നു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായെന്നാണ് വായിക്കുന്നത്. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി. സ്തോത്രം. മാറയ്ക്ക് മാറയെ മധുരമാക്കി മാറ്റി. എന്താ കാര്യം? മോശയെ അപേക്ഷിച്ചു. ഇന്നീ മെസ്സേജ് കേൾക്കുമ്പോൾ തീരുമാനമെടുക്കുക. ഞാൻ ആ വിഷയത്തിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കും. എന്നെ കരയിപ്പിച്ച, എന്നെക്കൊണ്ട് പിറുവിറുക്കാൻ പ്രേരിപ്പിച്ച, കുറ്റം പറയാൻ പ്രേരിപ്പിച്ച ആ വിഷയത്തിൻ്റെ നടുവിൽ ഞാനിനി അങ്ങനെ ബിഹേവ് ചെയ്യത്തില്ല. ഞാൻ ഈ വചനം കേട്ടതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥന അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവനാണ് ദൈവം. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്തതാണ് ദൈവത്തിൻ്റെ വചനമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. അടഞ്ഞ വഴികൾ കയ്പ് ദൈവം മധുരമാക്കും. അടഞ്ഞ വഴികൾ തുറക്കപ്പെടും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രവൃത്തികളുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ എല്ലാ വഴികളും അടഞ്ഞ് മരണത്തെ മുഖാമുഖമായി കണ്ട് പത്രോസ് ഇരിക്കുമ്പോൾ സഭ ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചു. ഒരിക്കലും ദൂതൻ ഇറങ്ങാൻ സാധ്യതയില്ല. ഒരിക്കലും പത്രോസ് വിടുവിക്കപ്പെടത്തില്ല. കാരണം ഇന്നലകളിലെ ചരിത്രം വെച്ച് നോക്കിയാൽ യാക്കോബിനെ ഇതുപോലെ പിടിച്ചുകൊണ്ടുപോയത് യാക്കോബിനെ വാളുകൊണ്ട് കൊന്നതാണ്. ഇന്ന് പത്രോസിനെ പിടിച്ചിരിക്കുക. ഒരു സാധ്യതയുമില്ല. പക്ഷേ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ വായിക്കുന്ന സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. പത്രോസിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ഒരിക്കലും വിടുവിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത പത്രോസിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥന കഴിച്ചു പോകുന്നു. പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. പ്രാർത്ഥന, ആ പദം ഓർത്തണേ, പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. പ്രാർത്ഥന കഴിച്ചു പോകുന്നു. പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാവോ? ചില വിഷയത്തിൻ്റെ നടുവിൽ നീ പ്രാർത്ഥിച്ച് ഉപേക്ഷിച്ചില്ലേ? തിരിച്ചെടുക്കുക ആ വിഷയം. പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യും. പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്താൽ അത്ഭുതത്തെ ദൈവം ആ വിഷയത്തിൻ്റെ നടുവിൽ കൊണ്ടുവരും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? എത്ര സഹോദരങ്ങൾ വിശ്വസിക്കുന്നു? ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള ഒരാഗ്രഹം, ഒരു വാഞ്ച, ഒരു തീ പരിശുദ്ധയാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തരിക. മാനുഷികമായി നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സാഹചര്യമെല്ലാം നിനക്ക് വിരോധമാണ്. പക്ഷേ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ദൈവം അത്ഭുതം ചെയ്യും. പ്രാർത്ഥന അത്ഭുതകരമായ മാറ്റങ്ങളെ കൊണ്ടുവരും. നിൻ്റെ പ്രാർത്ഥനയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ദൈവം കൊണ്ടുവരും. ഇല്ലാത്തത് പ്രാർത്ഥനയിൽ സംഭവിക്കും. ഇന്നലെ നമ്മൾ ദൈവജനം ചിന്തിച്ച വിശ്വാസം മലകളെ നീക്കുമെന്നുള്ള ആ ദൂതിനകത്ത് പറഞ്ഞൊരു വാക്യമാണ് മർക്കോസ് 11:24.
ആ വാക്യം ഇങ്ങനെ എടുക്കുക ഈ മെസ്സേജിനകത്ത്. ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും, സൃഷ്ടിക്കപ്പെടുകയാണ്. എപ്പോഴാണ്? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കണം. അങ്ങനെയാണ് എന്ത് ചെയ്യും? അത് നിങ്ങൾക്കുണ്ടാകും. ചില മാറ്റങ്ങൾ നീ നിൽക്കുന്ന സ്ഥലത്ത്, നീ നിൽക്കുന്ന രാജ്യത്ത്, നീ നിൽക്കുന്ന സമൂഹത്തിനകത്ത്, നീ നിൽക്കുന്ന ചർച്ചിനകത്ത്, നീ നിൽക്കുന്ന ദേശത്ത്, നിൻ്റെ കുടുംബത്തിൽ ദൈവം ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ചില വ്യക്തികളുടെ സ്വഭാവത്തിനകത്ത് ദൈവം അത്ഭുതകരമായ മാറ്റങ്ങളെ നിൻ്റെ പ്രാർത്ഥനയിലൂടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ആമേൻ പറയാൻ പറ്റുമോ? ചേഞ്ചസ് കൊണ്ടുവരാൻ പോവുകയാണ്. ആമേൻ. പഴയ നിയമത്തിലെ പുറപ്പാട് 15 സംഭവം നമ്മൾ കണ്ടു. അപ്പോസ്തല പ്രവൃത്തി 12 സംഭവം പരാമർശിച്ചു. പഴയ നിയമത്തിൽ സംഭവിച്ച ഒരു സംഭവം പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയത് നമ്മൾ വായിക്കാൻ പോവാം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16, 17, 18. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഫലിക്കാതെ പോകുന്നില്ലെന്നല്ല ബൈബിൾ പറയുന്നത്. പ്രാർത്ഥിക്കുന്നത് വെറുതെയാണെന്നല്ല ബൈബിൾ പറയുന്നത്. മനുഷ്യൻ പറയുന്നത് ശ്രദ്ധിക്കില്ല. ബൈബിൾ പറയുന്നു, തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീതിമാൻ്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. റിസൾട്ടുണ്ട്. പ്രയറിന് വളരെ റിസൾട്ടുണ്ടെന്ന്. എന്നിട്ട് പറയുകയാണ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അപ്പോൾ പ്രാർത്ഥന മഴയെ തടഞ്ഞു. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അടഞ്ഞ ആകാശത്തെ ദൈവം തുറന്നു. ആമേൻ. അതാ പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടി, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അടഞ്ഞു. ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ തുറന്നു. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇന്നീ മെസ്സേജ് കേൾക്കുമ്പോൾ മാതാവേ, പിതാവേ, നിങ്ങളെ ആരും അറിയുന്നില്ല, പക്ഷെ നിങ്ങളെ പ്രാർത്ഥിക്കുന്ന ദൈവം നിങ്ങളെ അറിയുന്നു. ആരോടാണ് പ്രാർത്ഥിക്കാതെ? യേശു നിങ്ങളെ അറിയുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. കുഞ്ഞിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫലിക്കും. നിങ്ങളുടെ ചർച്ചിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫലിക്കും. നിങ്ങളുടെ ദേശത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫലിക്കുന്നു. പ്രാർത്ഥന അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. ഈ നിയോഗത്തോടെയുള്ള ഈ ദൂത് നിങ്ങൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ സാഹചര്യങ്ങളെ പഴിക്കാതെ വിശ്വാസത്തോടെ വിളിച്ചു പറയുക, പ്രാർത്ഥന അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. പറഞ്ഞേ, എൻ്റെ പ്രാർത്ഥന അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. എൻ്റെ പ്രാർത്ഥന എൻ്റെ കുടുംബത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരും. എൻ്റെ പ്രാർത്ഥന എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരും. എൻ്റെ പ്രാർത്ഥന ഞാനായിരിക്കുന്ന രാജ്യത്ത് അത്ഭുതങ്ങളെ കൊണ്ടുവരും. എൻ്റെ പ്രാർത്ഥന ഞാനായിരിക്കുന്ന ജോലി സ്ഥാപനത്തിനകത്ത് അത്ഭുതങ്ങളെ കൊണ്ടുവരും. എൻ്റെ പ്രാർത്ഥന എൻ്റെ പ്രെയർ ലിസ്റ്റിനകത്ത് അത്ഭുതങ്ങളെ കൊണ്ടുവരും. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായുള്ളവേ, ഇന്നീ മെസ്സേജ് കേട്ട പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ? മടുത്തുപോകാതെ പ്രാർത്ഥിച്ചോണം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോണം. ഐക്യതയോടെ പ്രാർത്ഥിച്ചോണം. ആത്മാവിൽ പ്രാർത്ഥിച്ചോണം. പോരാടി പ്രാർത്ഥിച്ചോണം. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവജന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസം മലകളെ നീക്കുമെന്ന് കേട്ടതുപോലെ പ്രാർത്ഥന അത്ഭുതങ്ങളെ സൃഷ്ടിക്കുമല്ലോ. മാറയുടെ നടുവിൽ പ്രാർത്ഥിക്കാൻ, ഒരു സാധ്യതയുമില്ലാത്തടത്ത് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, അത്ഭുതമന്ത്രിയായവനെ, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവരെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായുള്ളവയെ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. അത്ഭുതകരമായ മാറ്റങ്ങൾ സാഹചര്യത്തിൻ്റെ നടുവിൽ, സാഹചര്യങ്ങളിൽ, പ്രാർത്ഥനയിൽ സംഭവിക്കുമല്ലോ കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സാഹചര്യങ്ങൾക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അടഞ്ഞ വഴികൾ തുറക്കപ്പെടുമല്ലോ. ദൈവപ്രവൃത്തികൾ കൊണ്ടുവരുമല്ലോ. മാനുഷികമായൊന്നും ചെയ്യാൻ കഴിയാത്തടത്ത് പ്രാർത്ഥനയ്ക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എഴുന്നേറ്റുണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കും. ഒരുമിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥന
അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. ഗോഡ് ബ്ലെസ് യു.